ഹായ് ഗൈസ്, വെൽക്കം ടു മൈ അനദർ ബ്ലോഗ്. നിങ്ങൾ ശരിക്കും എന്താ ഇപ്പം ഇങ്ങനെ മെഷർ ചെയ്തിട്ടൊക്കെ എടുക്കണമെന്ന്. ഇതാണ് എൻ്റെ മെഷർമെന്റ് റൈസിന്റെ. ഇങ്ങനത്തെ 4 കപ്പാണ് ഞങ്ങൾ രണ്ടുപേർക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കണത്. അതായത് 30 ഗ്രാമാണ്. അപ്പൊ ഞങ്ങൾ 60 ഗ്രാമാണ് ഈച്ച് ഞങ്ങൾ കഴിക്കുന്നത്. 120 ഗ്രാം റൈസ്. ഇത് ഓർഗാനിക് തത്വയുടെ സേഫ് ഹാർവെസ്റ്റിന്റെ ഓർഗാനിക് റൈസ് ആണ് ഞാൻ കഴിക്കുന്നത്. അതായത് പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്തതാണ് ഈ റൈസ്. സോ ഇപ്പൊ ഞാൻ കേരള റൈസ് കഴിക്കാറേ ഇല്ല, വളരെ റെയറാണ്. കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബ്ലോട്ട് ആവും. ഇപ്പോ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ആണ്, പിന്നെ ഇപ്പൊ പുറത്ത് എപ്പോഴെങ്കിലും പോയിട്ട് ഒരു മീലൊക്കെ കഴിക്കുക വെച്ചാൽ അപ്പോൾ വൈറ്റ് റൈസ് ഓപ്ഷൻ ഇല്ലാത്ത ഹോട്ടലേഴ്സ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഓക്കെ, സോ ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. തുണി വാഷ് ചെയ്യാൻ പോവാണ്. ക്ലോത്ത് വാഷിനിടാണ്. വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 14 മിനിറ്റ്സ് ഇടുന്നത്. ഇലക്ട്രിസിറ്റി ലാഭിക്കാം. വലിയ അഴുക്കൊന്നും ഇല്ല, അതുകൊണ്ട് 14 മിനിറ്റ്സ് മതി ഇപ്പോൾ മിക്സ്ഡ് ക്ലോത്ത് ഇടാൻ. ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് ഞാൻ സാലഡ് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി സാലഡ്സ് ഒന്നും അത്ര കഴിക്കുന്ന ആളായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സാലഡ്സ് കഴിക്കണം, നമ്മൾ കുറച്ചെങ്കിലും. പൊതുവെ ഡോക്ടേഴ്സൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ 60% ഓഫ് ദ ഫുഡ് നമ്മുടെ കുക്ക് ചെയ്യാത്തതാവണമെന്ന്. പക്ഷെ നമ്മള് കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്ര കഴിക്കുന്നു. നമുക്ക് കുക്ക് ചെയ്യാത്ത നമ്മൾ അത്ര കഴിക്കാറില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അങ്ങനത്തെ ക്യാരറ്റ് ഒക്കെ നമ്മുടെ ലിവറിനെ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് ഫാറ്റി ലിവറും ലിവർ ഫെയിലിയറൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഏറ്റവും നിറങ്ങളുള്ള പച്ചക്കറികൾ, അതായത് നമ്മളിപ്പോ ക്യാരറ്റ്, ക്യാബേജ്, ബ്രൊക്കോളി, ബീട്രൂട്ട്, പിന്നെ ക്യാപ്സിക്കംസ് ഇപ്പൊ പല നിറങ്ങളിലുണ്ട്. അങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മൾ ഏറ്റവും അധികം കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിന്നിപ്പോ സാലഡ് ക്യാരറ്റാണ് ഉള്ളത്. അപ്പൊ ഞാൻ ക്യാരറ്റാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ പോണത്. അബദ്ധം പറ്റി, എനിക്കത് ആലോചിച്ച് ചിരി വരും. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ പോയതായിരുന്നു. ഫേസ് വാഷിന് പകരം ഞാൻ ഹാൻഡ് വാഷ് എടുത്തിട്ടാണ് എൻ്റെ ഫേസ് വാഷ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ എന്തെങ്കിലും നേർന്നെന്ന് നോക്കുമ്പോൾ പെട്ടെന്നാണ് എനിക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ഫേസ് വാഷ് അല്ല, ഞാൻ ഹാൻഡ് വാഷാണ് യൂസ് ചെയ്തതെന്ന്. പക്ഷേ ഇതൊരു പുതിയ കാര്യമില്ല, കാരണം കോവിഡ് സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ വന്നത് തൊട്ടിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ, ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് വെച്ചിട്ട് ഹാൻഡ് വാഷ് വെച്ചിട്ട് ഞാൻ ഫേസിനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കോവിഡ് പകരുമെന്നുള്ള പേടിയില്. സോ ഇന്നിപ്പോ ഇങ്ങനെ ഇത്രയും കൊല്ലത്തിന് ശേഷം ഇപ്പൊ അതാദ്യമായിട്ട് ഞാൻ ഹാൻഡ് വാഷ് വെച്ച് ഫേസ് വാഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനത്തെ വിഡിത്തങ്ങള്? ഇത് എനിക്ക് ഒറ്റയ്ക്കുള്ളതല്ല, ഇത് 2 പേർക്കുള്ള സാലഡാണ്. ഒറ്റയ്ക്ക് ഇത്ര കഴിക്കാൻ പറ്റില്ല, ഇതുകൊണ്ട് തന്നെ വയറ് നിറയും. ഫുഡില് ഇപ്പോൾ അയണിന്റെ ഇപ്പൊ എനിക്കൊക്കെ പൊതുവേ ഹീമോഗ്ലോബിൻ കുറവാണ്. പക്ഷെ ബീട്രൂട്ടൊക്കെ നമ്മള് ഫുഡില്, അതേപോലെ സ്പിനാച്ച്, നമ്മൾ പാലക്ക് എന്ന് പറയില്ലേ, ഇവിടുത്തെ കോമൺ അല്ല അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതാണ് പാലക്ക്. സ്പിനാച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയണ അത്. പക്ഷെ ഇവിടെ അവൈലബിൾ ആണ്. അത് ഭയങ്കര നല്ലതാണ് ബ്ലഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിലോ ഒരിക്കയോ അല്ലെങ്കിൽ 2 തവണയും മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതൊക്കെ നമ്മളെ ലിവറിനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യണതാണ്. ഇത് ഞാനല്ല പറയണം കേട്ടോ, ഡോക്ടേഴ്സ്. ഞാൻ കുറേ വീഡിയോസൊക്കെ കാണും, ഡോക്ടേഴ്സിൻ്റെ ഹെൽത്ത് വീഡിയോസ്. അതിൽ നിന്നാണ് എനിക്ക് ഈ ടിപ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് മാത്രം. അപ്പം എൻ്റെ സാലഡ് റെഡിയായി. ഇപ്പോൾ ഞാൻ ദാല് വെക്കാൻ പോവാണ്.
ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും ഞാൻ ഇതേ സെയിം മെഷർമെന്റ് കേട്ടോ. ഇതാണ് എൻ്റെ ആയുധം, മെഷർമെന്റ് കപ്പ്. ഇതാണ് ഞാൻ ഇതിൽ 3 കപ്പാണ് ഞാൻ നോർമലി എടുക്കുന്നത് ചെറുപയർ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സിമ്പിളായിട്ട് നമ്മൾ അധികമൊന്നും ഇല്ല, അത് സിമ്പിളായിട്ട് നമ്മളിതിൽ പച്ചമുളകും സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി കുറച്ചിടും, പിന്നെ വെളുത്തുള്ളി ഇടും. എന്നിട്ട് ജസ്റ്റ് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഫസ്റ്റ് ഇടില്ല, ആക്ച്വലി നമ്മൾ വേവിച്ച് ഇറക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത്. പിന്നെ അതിൽ കുറച്ച് ഒരു കടുകും കുറച്ചൊരു തടുക്കാതെ വറുത്തിടുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇപ്പം കറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രൈ പോലെ കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. കറി എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാത്ത, എനിക്ക് ഇന്നലത്തെ കുമ്പളങ്ങ പച്ചടി ഉണ്ട്. കുമ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, ആഷ് ഗാർഡ് വൈറ്റ് കളറ്. മലയാളത്തിൽ നമ്മളിവിടെ കുമ്പളങ്ങ, ചില നാട്ടിലൊക്കെ ഇളവൻ അങ്ങനെയൊക്കെ പറയും. അതാണ് ഞാൻ ഉണ്ടാക്കണത്. ഭയങ്കര ടേസ്റ്റാണ് പച്ചടി, ഭയങ്കര സിമ്പിളാണ്. അതൊരു ദിവസം ഞാൻ ഉണ്ടാക്കണമായിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നലെ വീഡിയോസൊന്നും ഞാൻ എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെറുപയർ കുക്ക് ചെയ്യട്ടെ. ഇത് വലിയ ഉള്ളി, ഞങ്ങളുടെ നാട്ടിൽ സവാള എന്ന് പറയാറില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ശീലമായിട്ട് എല്ലാവരും പറയണ കേട്ടിട്ടാണ് സവാള എന്ന് പറയണേ. ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത് വലിയ ഉള്ളി എന്നാണ്. അപ്പൊ ഞാൻ വലിയ ഉള്ളി ഇതിലേക്ക്, ഞാൻ ചെറുപയർ കഴുകാൻ വന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഫസ്റ്റ് ഇടുകയാണ്. ഞാൻ 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, കാരണം ഞാൻ കുറച്ച് സ്പൈസി ഇഷ്ടമുള്ള ആയതുകൊണ്ട് കുറച്ച് 3 പച്ചമുളക് ഇതിലിടുന്നുണ്ട് ഞാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് വലിയ ഉള്ളി മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലിടും. വെളുത്തുള്ളിയുടെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ ലിവറിന്റെ ഞാൻ പറഞ്ഞല്ലോ, അതിന് വെളുത്തുള്ളി ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നത് വാൾനട്ട്സ് ആണ്. വാൾനട്ട്സ് എല്ലാ നട്ട്സിനേക്കാളും ഭയങ്കര നല്ലതാണ് വാൾനട്ട്സ്. അപ്പോൾ 3-4 വാൾനട്ട്സ് എങ്കിലും നമ്മളൊരു ദിവസം കഴിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര നല്ലതാണ്. അത് ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പോൾ ഈ കളർ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ. അതുപോലെ ആപ്പിളാണ് പിന്നൊന്ന് ലിവറിനെ ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യണത്. നമ്മൾ ഒരു ആപ്പിള് എന്തായാലും കഴിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് പറ്റുകയാണെങ്കിൽ പറ്റണ പോലെ, നമ്മളിപ്പോൾ എല്ലാവരും ഒരു ആപ്പിള് കഴിച്ചോളണമെന്നില്ല. ഇപ്പോഴൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ആപ്പിൾ എപ്പോഴെങ്കിലും ഒക്കെ 2-3 കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഡെയിലി 2 കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ആപ്പിൾ കഴിക്കുന്നത്. പിന്നെ ഇപ്പൊ ഞാനായാലും അതെ, ഞാനും ഇപ്പൊ ഹോട്ടൽ ഫുഡൊക്കെ എവിടെയെങ്കിലും പോയാൽ ഹോട്ടലിൽ പോണ്ടി വരാറുണ്ട്. പിന്നെ നമ്മള് ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, ഇപ്പൊ ഞാൻ മെലിഞ്ഞത്, ഞാൻ 80 kg ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ 63 ഒക്കെ ആയിട്ടുണ്ടായിരുന്ന, പിന്നെ ഇപ്പൊ ഞാനൊരു 66 kg ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാൻ ചെയ്തത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 16 hour എടുത്തിട്ടാണ്. പക്ഷെ ഡോക്ടേഴ്സ് ഇപ്പൊ പറയണത് നമ്മൾ 16 hour ചെയ്യരുത്, നമ്മൾ 12 അല്ലെങ്കിൽ 14 hours നമ്മൾ ചെയ്യാൻ പാടും. അതായത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ല നല്ലത്, ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് ആണ് നല്ലത്. അതായത് ഇപ്പൊ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. അതായത് ഇപ്പൊ 6:30-ക്കാണ് സൂര്യാസ്തമയം, നമ്മൾ 6-ന് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ അത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ 12 hour അല്ലെങ്കിൽ 14 hour കണക്കാക്കിയിട്ട് സൂര്യോദയം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൂര്യൻ റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ മീല് സ്റ്റാർട്ട് ചെയ്യാൻ പാടും നെക്സ്റ്റ് ഡേ. അല്ലാതെ ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ രാത്രിയിൽ എടുത്ത് കഴിക്കുക, എന്താ അത് കഴിക്കണമെന്ന് രാത്രിയിൽ എടുത്ത് കഴിക്കരുതെന്ന് പറയണതിൻ്റെ കാര്യം, നമ്മൾ രാത്രി കഴിച്ചതിന് ശേഷം നമ്മൾ ഉടനെ പോയി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ വെയിറ്റും ഇതൊക്കെ നമ്മുടെ ഹാർട്ടിലേക്കല്ലേ പോണത്. അത് നമ്മുടെ ഹാർട്ടിനെ ഭയങ്കര ഹെവി ആക്കും, നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. പിന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണത്തിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കരുത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഞാനൊക്കെ എന്നും അതിപ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ
ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക അങ്ങനത്തെ ഒരു ശീലമാണ് എനിക്ക് ഇത്രയും കാലമായിട്ടുള്ളത്. അത് ഭയങ്കര റോങ് ആണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഫുഡ് 30 മിനിറ്റ്സിൽ ഡൈജസ്റ്റ് ആവേണ്ട ഫുഡാണെങ്കിൽ അത് 45 മിനിറ്റ്സ് എടുക്കും ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാൻ പാടും. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും ഫുഡ് കൂടി അപ്പോൾ നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ കുടിക്കണം വെള്ളം. അപ്പം ഞാനും ഇപ്പം അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുകയാണ്. നോക്കാം എത്ര കാലം നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാം. നമുക്ക് എത്ര നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും അത്ര നമ്മൾ ഫോളോ ചെയ്യണം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ എന്നും ഫോളോ ചെയ്യുന്നതാണ്. 16 hour ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു പല ഡോക്ടേഴ്സായിട്ട് ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് 16 hour ചെയ്യാൻ പാടില്ല, ഒന്നുകിൽ 12 hour അല്ലെങ്കിൽ മാക്സിമം 14 hour. അപ്പോൾ ഞാൻ ഇനി തൊട്ടിട്ട് ഞാൻ വിചാരിക്കേണ്ടത് ഞാൻ അതേ ഫോളോ ചെയ്തുള്ളത്. സോ ഈ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഞാൻ. ഉപ്പ് ഞാൻ വെന്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇടാറുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമ്മള് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ എന്തിനാ പെട്ടെന്ന് ഞാൻ പടച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് ഓർമ്മ വന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കുക്കറിന്റെ അടപ്പ് അടയ്ക്കുമ്പോൾ അതിന്റെ നടുവിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോന്ന്. അപ്പോൾ നമ്മൾ പൈപ്പ് ഓൺ ചെയ്തിട്ട് ആ കുക്കറിന്റെ ഈ അടപ്പിനെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ അത് പൈപ്പിൽ കൂടി വെള്ളം അത് കൂടെ പുറത്ത് താഴേക്ക് കളയണം. അപ്പോൾ താഴത്തു കൂടെ വെള്ളം ഇറങ്ങണ്ടെങ്കിൽ അവിടെ ഒന്നും കുടുങ്ങിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപയർ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചെറുപയറിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപയർ എൻ്റെ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ആണ്. പക്ഷെ ചെറുപ്പത്തിൽ എനിക്ക് ചെറുപയർ ഇഷ്ടേ അല്ലായിരുന്നു. ഞാൻ ചെറുപയറാന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഫുഡ് കഴിക്കാനേ താല്പര്യമില്ലാത്തായിരുന്നു. ഇപ്പോൾ പുട്ടിൻ്റെ കൂടെയാലും നോർമലി ചെറുപയർ കറിയൊക്കെ ഉണ്ടാവുമല്ലോ, മിക്കവാറും എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്നു ചെറുപയർ. പക്ഷെ എനിക്ക് ഇഷ്ടേ അല്ലായിരുന്നു. ഇപ്പം എനിക്ക് ചെറുപയർ ഫേവറേറ്റ്. അതേപോലെ എനിക്ക് മുമ്പ് ഫേവറേറ്റ് അല്ലാത്ത ഫുഡ് ഇപ്പോൾ ഫേവറേറ്റ് ഉള്ളത് ഒന്ന് കൈപ്പയ്ക്കാണ്. അതായത് ഇവിടെയൊക്കെ പാവയ്ക്ക എന്ന് പറയുന്നത്, ഞങ്ങളുടെ അവിടെ കൈപ്പയ്ക്ക എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ബിറ്റർ ഗാർഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഞാൻ കഴിക്കാത്ത ആളായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് ഫിഷ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. എല്ലാ ഫിഷും എൻ്റെ ഫേവറേറ്റ് അല്ല, മോസ്റ്റ് ഫേവറേറ്റ് എൻ്റെ ഫിഷ് എന്ന് പറയുമ്പോൾ പ്രോൺ ആൻഡ് കിളിമീൻ. പിന്നെ ഞങ്ങൾ മാന്തൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. ഇവിടെ എന്താന്ന് പറയുക എനിക്ക് തോന്നുന്നു ഇവിടെ നങ്ക് എന്നാണ് പറയണതെന്ന് തോന്നുന്നു. സോൾ ഫിഷ് എന്ന് പറയണില്ല, അതെൻ്റെ ഫേവറേറ്റ് ആണ്. ഈ 3 ഫിഷുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ കുറെ ലിസ്റ്റ് ഉണ്ട് അതിന്റെ പിന്നാലെ വരുന്നത്. ഇപ്പൊ ലെൻഡിലായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നേ പാപാന്ന് പറയും. പക്ഷെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും ഫിഷിന്റെയും ചിക്കന്റെയും ഫുൾ നോൺ വെജ് വീഡിയോസ് ആണ് കാണാറുണ്ട്. കാണാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. സോ ഗൈസ്, ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ ചെറുപയറായി, പിന്നെ സാലഡ്, ഇതാണ് ഞാൻ പറഞ്ഞ കുമ്പളങ്ങ പച്ചടി. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചിങ്ങനെ മോസ്റ്റ്ലി ഇതിങ്ങനെ കുറച്ച് കട്ടയായിട്ട് തന്നെ ഉണ്ടാവുക. കുറച്ചൊരു റണ്ണിയാവും, കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടില്ല, ഇതുവരെ അപ്പം വെള്ളം കുടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കേണ്ട ഇനി തൊട്ടിട്ട് ഞാൻ കുറച്ച് ട്രൈ ചെയ്യും ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂറൊക്കെ മുമ്പ് നമ്മൾ വെള്ളം കുടിക്കാൻ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എൻ്റെ ഈ വ്ളോഗ് കാണണം. ഞാൻ പരമാവധി ട്രൈ ചെയ്യാം, ഞാൻ ഡെയിലി വ്ളോഗ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ വ്ളോഗ് കാണണം. നിങ്ങൾ ന്യൂ ആയിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ന്യൂ ആയിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഒരു അനദർ വ്ളോഗ് ഇടുന്നവരെ ബൈ. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഇനി. ഓക്കെ.